നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം പ്രബുദ്ധരാണ്. എന്നാൽ ഉത്തരേന്ത്യയിലുള്ളവരാകട്ടെ വിദ്യാഭ്യാസമില്ല, വിവരമില്ല, എഴുത്തും വായനയും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളവർ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. സ്വന്തമായി ഞങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. എല്ലാവരുമല്ല, പല ആൾക്കാരുമുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവർക്ക് മാത്രമാണ് ഈ സാഹിത്യം, എഴുത്ത്, വായന ഒക്കെ കുത്തകയായി കിട്ടിയത് എന്നൊരു തോന്നൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തിരഞ്ഞെടുക്കാത്ത ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കൊന്നും വിവരവുമില്ല, വിദ്യാഭ്യാസവുമില്ല, മാനവികതയുമില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇവരെ തിരഞ്ഞെടുത്ത ജില്ലകളാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളാകട്ടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബംഗാൾ. ഈ ബംഗാളിൽ 35 കൊല്ലം ഇവർ ഭരിച്ചു. 35 കൊല്ലം ഭരിച്ചപ്പോൾ 100 രൂപയ്ക്ക് ഒരു ബംഗാളിയെ ഇവിടെ കക്കൂസ് കഴുകാൻ കിട്ടുന്ന ഒരു സാഹചര്യം മലയാളിക്കുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയ രീതിയിലുള്ള ഒരു കൃതജ്ഞത നമുക്കുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം 100 രൂപയ്ക്ക് ഒരു ബംഗാളിയെ കക്കൂസ് കഴുകാൻ കിട്ടുമായിരുന്നു. ഇന്ന് ബംഗാളിയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടി, റേറ്റ് കൂട്ടി, കക്കൂസ് കഴുകുന്നതിന് 1000 രൂപയിലേക്ക് എത്തിച്ചു. അത് ബംഗാളിയുടെ മിടുക്ക്. എന്തായാലും കൽക്കട്ട ഇവർ ഭരിച്ചതാണ്. അതിനുശേഷം ത്രിപുര ഇവർ ഭരിച്ചതാണ്. അവിടെ BJP സർക്കാർ വന്നതിന് ശേഷമാണ് ത്രിപുരയിൽ ട്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എത്തുന്നത്. ഇവരാണ് കുറേ കാലം ഭരിച്ചത്, മണിക് സർക്കാർ എന്ന് പറയും. ട്രെയിൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം ആദ്യമായി ആനയെ കാണുന്നത് പോലെയാണ് ട്രെയിനെ വന്ന് തൊട്ടു നോക്കുന്നു, ട്രെയിനെ വന്ന് ഉമ്മ വയ്ക്കുന്നു. കാരണം ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലോകത്തുള്ളതായിട്ട് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇവരാണ് ലിറ്ററസി റേറ്റിനെ കുറിച്ച് പറയുന്നത്. പിന്നെ കേരളത്തിൽ ഇവർ വന്ന് ഭരിക്കുമ്പോൾ തന്നെ കേരളത്തിലുണ്ടായിരുന്ന രാജഭരണം, ആദ്യത്തെ രാജഭരണത്തിന്മേലുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂറിലേക്ക് രാജഭരണത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുഭവിക്കുന്നത്. കാരണം രാജഭരണത്തിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാർ, നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ള പല നവോത്ഥാന നായകന്മാർ, അയ്യങ്കാളി, അതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ അക്ഷീണ പ്രയത്നം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന നമ്മുടെ മനുഷ്യ മനസ്സുകളുടെ ചിന്തകളിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം ചെറുതല്ല. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ മലയാളികളെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ ഇടിച്ചു കയറി വന്നിട്ട് ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഇവർക്ക് ദുഃഖം കൊടുക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ലിറ്ററസി റേറ്റ്, ലിറ്ററസി റേറ്റ് 2011 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 74%. നരേന്ദ്രമോദി, അതായത് എഴുത്തും വായനയും എല്ലാവരിൽ നിന്നും അകറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന മോദി വന്ന ശേഷം ഇപ്പോഴിതാ 80.9% ഉയർന്നിരിക്കുന്നു. അതായത് 74% നിന്ന് 80% ഉയർത്തിരിക്കുന്നു രാജ്യത്തെ ആകെ ലിറ്ററസി റേറ്റ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ ലിറ്ററസി റേറ്റ് കൂടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും BJP ആണ് ഭരണത്തിൽ വരുന്നത്. ലിറ്ററസി റേറ്റ് ഒട്ടുമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരണത്തിൽ വരുന്നത്. ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥ മാത്രം നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ ഈ ലിറ്ററസി റേറ്റ് 80% വാർത്ത കേരളത്തിലൊരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല, മാപ്രകളെല്ലാം മുക്കിയിരിക്കുകയാണ്. ആ വാർത്ത ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.